റിസർവ് ടീം പരിശീലകൻ തോമസ് അച്ചായൻ വന്നാലും പുതിയ പരിശീലകൻ വന്നാലും ഈ ബ്ലാസ്റ്റേഴ്സിന്റെ തലവിധി മാറില്ലെന്ന് ഉറപ്പായല്ലോ സമാധാനം. അപ്പോൾ യഥാർത്ഥ പ്രശ്നം താരങ്ങളുടേതാണെന്ന് ഇപ്പോൾ വീണ്ടും പകലുപോലെ ഒരു തവണ കൂടി വ്യക്തമായിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് തീരെ വയ്യ. ഡിഫൻസിലാണെങ്കിലും അറ്റാക്കിങ്ങിനാണെങ്കിലും ഇതന്നെ അവസ്ഥ. നോവയിലൂടെയാണ് അറ്റാക്കുകൾ വരുമെന്നത് ജംഷഡ്പൂരിനല്ല കൊച്ചു കുട്ടിക്ക് വരെ അറിയാം. എന്നാലും നോവയിലൂടെ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കുകൾ മാത്രം. നോവയുടെ കയ്യിൽ ബോൾ കിട്ടുമ്പോൾ തുടക്കം മുതലേ ജംഷഡ്പൂരിന് രണ്ട് താരങ്ങളാണ് നോവയെ പൂട്ടാൻ എത്തുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും അതാ ഒരു പ്ലാൻ കോച്ചിന് മാറ്റാമായിരുന്നു എന്നാണ് അഭിപ്രായം. വെറുതെ കുറെ സമയം കളയാൻ അവസ്ഥ തന്നെ. പിന്നെ സച്ചിന്റെ അവസ്ഥ, എത്ര പിഴവുകളാണ് സച്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഭാഗ്യത്തിനാണ് അതൊന്നും ഗോളാകാതിരുന്നത്, അല്ലെങ്കിൽ ഒരു 4-5 ഗോളെങ്കിലും കിട്ടിയേനെ. അതൊക്കെ ജംഷഡ്പൂർ FC-യുടെ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ്, മുൻ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറും കൂടിയായിരുന്ന താരത്തിന്റെ എത്ര മികച്ച സേവുകളാണ് കളി നമ്മൾ കണ്ടത്. ആൽബിനോ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളഞ്ഞ മുത്താണ്. ഒരു ഇന്ത്യൻ പരിശീലകൻ കിട്ടിയ താരങ്ങളെ വെച്ചു ഒരു മികച്ച ടീമാക്കി കൊണ്ടുവന്ന ടീമാണ് ജംഷഡ്പൂർ FC. അതാണ് ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂരും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ ഓരോ താരങ്ങളുടെയും കളിമികവും അധ്വാനവും കമ്മിറ്റ്മെന്റും കണ്ടുപഠിക്കണം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ. ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. ക്വാളിറ്റി ഇല്ലാത്ത കുറെ താരങ്ങൾ അവരുടെ ലെവൽ വെച്ചല്ലേ കളിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ആവറേജ് താരങ്ങളെ കൊണ്ടുവരുന്ന മാനേജ്മെന്റ് പാഴുകൾ, ഒരു ശാപം തന്നെ. ഈ തോൽവിയോടെ 8 തോൽവികളുമായി പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഏറെക്കുറെ ഷട്ടർ ഇട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഇനി ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഗോളടിച്ച് കാണണമെങ്കിൽ ആ ഹിമിനസ് വരേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഷ്ടം തന്നെ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.